അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമുണ്ട്. കോടതി പോകാൻ കഴിയില്ല. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ ഇലക്ഷൻ കമ്മീഷൻ BJP ആഫീസിൽ നിന്ന് കൊടുക്കുന്ന മറുപടിയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം നിങ്ങളുടെ ബൂത്ത് എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന ചോദ്യം ചോദിക്കുന്നത് വളരെ 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 മോശമാണ്. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ പോലീസ് നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളൊക്കെ അവിടെ നിലനിൽക്കേണ്ട കാര്യം എന്താ? എന്തിനാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കും എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചത്? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചത്. അപ്പൊ ഇലക്ഷൻ ഫ്രീയും ഫെയറും ആക്കേണ്ട ചുമതല ഇലക്ഷൻ കമ്മീഷനുണ്ട്. വോട്ടർ ലിസ്റ്റിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് 20 പരാതിയെ കിട്ടിയിട്ടുള്ളൂ. ഈ പരാതിയൊക്കെ ഒരു കാര്യം കൂടി ചെയ്യാം. എപ്പോഴേ വോട്ടർ ലിസ്റ്റുകൾ കൊടുത്തേ? അന്തിമ വോട്ടർ ലിസ്റ്റ് കൊടുത്തപ്പോഴാ? ഇലക്ഷൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ്. ആർക്ക് പരിശോധിക്കാൻ പറ്റും?